ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഗണിതം വിഷയത്തിലെ ഒന്നാമത്തെ പാഠമാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേര് കോണുകൾ എന്നാണ്. കോണുകളെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വരകൾ ചേരുമ്പോൾ. കുത്തനെയും ചെരിച്ചും വരകൾ ചേർത്ത് പലതരം രൂപങ്ങൾ വരച്ചത് ഓർമ്മയുണ്ടോ? 5ാം ക്ലാസ്സിലെ വരകളും വട്ടങ്ങളും എന്ന പാഠത്തിലെ വരക്കണക്ക് എന്ന ഭാഗം. നിങ്ങൾക്ക് താഴെ ഇവിടെ 3 രൂപങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ രൂപങ്ങൾ എങ്ങനെയാണ് വരച്ചിട്ടുള്ളത്? കുത്തനെയുള്ള വരകളും ചെരിഞ്ഞിട്ടുള്ള വരകളും ഉപയോഗിച്ചിട്ടാണ് അല്ലേ? സോ ഇങ്ങനെ കുത്തനെയും ചെരിച്ചുമുള്ള വരകൾ ഉപയോഗിച്ചിട്ട് വ്യത്യസ്ത രീതിയിലുള്ള രൂപങ്ങൾ വരച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഒരു ചിത്രം ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ എത്ര മൂലകളാണ് ഈ ഒരു രൂപത്തിനുള്ളത്? 4 മൂലകളാണ് ഉള്ളത്. 1, 2, 3, 4. ഓക്കെ, ഈ മൂലകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 2 വരകൾ കൂടിച്ചേരുമ്പോഴാണ് മൂല ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ചിത്രങ്ങളിലെല്ലാം 4 മൂലകളുണ്ട്. നിങ്ങൾക്കിവിടെ 3 രൂപങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ 3 രൂപങ്ങളിലും 4 മൂലകളുണ്ട്. ഓരോ മൂലയിലും 2 വരകൾ ചേരുന്നു അല്ലേ? മൂല എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞു 2 വരകൾ കൂടി ചേരുമ്പോഴാണ് മൂല ഉണ്ടാകുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ ഇങ്ങനെ ചേരുന്ന വരകളുടെ ജോഡികൾ വെവ്വേറെ നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ രൂപമില്ലേ, അതാണ് ഇവിടെ താഴെയാക്കി നൽകിയിട്ടുള്ളത്. ആദ്യത്തെ രൂപത്തിൻ്റെ 4 മൂലകളാണ് വ്യത്യസ്ത രീതിയിലാക്കി ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു രൂപമാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തേത് ഈ ഒരു രൂപത്തിൻ്റെ ഇടതുഭാഗത്ത് താഴ്ത്തി വരുന്ന മൂലയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അടുത്തത് ഏറ്റവും മുകളിൽ ഇടതേ ഭാഗത്ത് മുകളിലായിട്ട് വരുന്നതാണ്. മൂന്നാമത്തത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്തായിട്ട് വരുന്നത്. പിന്നെ ഏറ്റവും അവസാനത്ത് വലതു ഭാഗത്ത് താഴെ വരുന്നത്. അങ്ങനെ 4 മൂലകളും നിങ്ങൾക്ക് വെവ്വേറെ ആയിട്ട് നൽകിയതാണ്. ഇനി നിങ്ങൾ രണ്ടാമത്തെ രൂപം ശ്രദ്ധിക്കുക. ഈ ഒരു രണ്ടാമത്തെ രൂപത്തിൻ്റെ വ്യത്യസ്ത 4 മൂലകളാണ് താഴെ നിങ്ങൾക്ക് വേറിട്ട് നൽകിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യത്യസ്ത രൂപങ്ങൾ കണ്ടില്ലേ? ഈ ഒരു വ്യത്യസ്ത രൂപങ്ങൾക്ക് നമ്മൾ എന്താ പറയുന്നത്? കോണുകൾ എന്നാണ്, ആംഗിൾസ്. ഓക്കെ, അതായത് 2 വരകൾ ഒരു സെയിം പോയിന്റിൽ ഒരു ബിന്ദുവിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന രൂപങ്ങൾക്കാണ് നമ്മൾ കോണുകൾ എന്ന് പറയുന്നത്. സോ ഇവിടെ ഓരോ മൂലയിലും എന്താണ്? കോണുകളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രൂപത്തിന് കോൺ എന്നാണ് പേര്. കോൺ എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് ഈ ഒരു കോണുകളൊക്കെ നമുക്ക് അളക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് അളക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് താഴെ വ്യത്യസ്ത 3 കോണുകളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ കോണുകൾ നോക്കിയിട്ട് ഏത് കോണാണ് ഏറ്റവും വലുതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ആദ്യത്തെ രൂപം നോക്കിക്കേ. ആദ്യത്തെ കോണിൽ 2 വരകൾ നന്നായിട്ട് വിടർന്നിട്ടാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ കോണിലോ വരകൾ അത്ര വിടർന്നിട്ടല്ല, കുറച്ച് കുറവാണ് ഒന്നാമത്തെ ചിത്രത്തിന് അപേക്ഷിച്ച്. ഇനി മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ വരകൾ എന്താണ്? ഏറ്റവും കുറവ് വിടർന്നിട്ടുള്ളത് മൂന്നാമത്തെ ചിത്രമാണ്. സോ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഏറ്റവും വലിയ കോണുള്ളത് ഒന്നാമത്തെ ചിത്രത്തിനാണ്, ഏറ്റവും കുറവ് കോണുള്ളത് മൂന്നാമത്തെ ചിത്രത്തിനാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? വരകൾ കൂടുതൽ വിടർന്നിട്ട് നിൽക്കുന്നതിനാണ് വലിയ കോണുള്ളത്. ഏറ്റവും ചെറുതായിട്ടാണ് വിടർന്ന് നിൽക്കുന്നതെങ്കിൽ അത് ചെറിയ കോണാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ചിത്രം നോക്കി ഏതാണ് വലിയ കോണ് ഏതാണ് ചെറിയ കോണ് എന്ന് പറയാൻ പറ്റിയല്ലോ. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അതായത് കഴിഞ്ഞ പേജിലെ കോണുകളെ കുറിച്ചിട്ടാണ്. ഇവിടെ നടുവിലെ ചിത്രത്തെ വരകൾ വലതുവശത്തുള്ള ചിത്രത്തിലെ വരകളേക്കാൾ അല്പം കൂടി വിടർന്നതല്ലേ? ശരിയാണല്ലേ? മൂന്നാമത്തെ ചിത്രത്തിലുള്ള കോണിനെക്കാട്ടിലും രണ്ടാമത്തെ ചിത്രത്തിലുള്ള വരകൾ കുറച്ചുകൂടി വിടർന്നിട്ടാണുള്ളത്. ഇടതു ചിത്രത്തിൽ കുറെ കൂടി വിടർന്ന് മുകളിലെ വര കുത്തനെയായി. ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് കുറച്ചുകൂടി വിടർന്നിട്ട് ആണുള്ളത്. അതിലെ വര കുത്തനെയാണല്ലേ ഉള്ളത്. സോ നമുക്ക് പറയാം വലതുവശത്തുള്ള കോൺ ഏറ്റവും ചെറുത്, നടുക്കുള്ളത് ഇതിനേക്കാൾ വലുത്, ഇടതുവശത്തുള്ള കോൺ ഏറ്റവും വലുതെന്ന് പറയാം.
ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ കൺഫ്യൂഷൻ ആവേണ്ട. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ ചിത്രത്തിലുള്ളതാണ് കുറച്ച് നന്നായിട്ട് വിടർന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും വലിയ കോണുള്ളത് എന്ന് പറയാം. മൂന്നാമത്തെ ചിത്രമാണ് ഏറ്റവും കുറവ് വിടർന്നിട്ടുള്ളത്, അതാണ് ഏറ്റവും ചെറിയ കോണുള്ളത്. ഓക്കെ, ഇനി കോണുകളുടെ ഈ ഒരു ചിത്രം നോക്കിക്കേ. ഇവിടെ ഏറ്റവും വലിയ കോൺ ഏതാണെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ വിടർന്ന് നിൽക്കുന്നത് രണ്ടാമത്തെ വലതുവശത്തെ കോണാണ് അല്ലേ. സോ നമുക്ക് പറയാം വലതുവശത്തെ കോണാണ് ഏറ്റവും വലുതെന്ന്. സോ നമുക്കിവിടെ ഈസി ആയിട്ട് ഏറ്റവും വലിയ കോൺ ഏതാണെന്ന് പറയാനായിട്ട് ഒരു ട്രിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണോ ഏറ്റവും നന്നായിട്ട് വിടർന്ന് നിൽക്കുന്നത് അതാണ് ഏറ്റവും വലിയ കോണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു ചിത്രം നോക്കിക്കേ. ഇതിൽ ഏറ്റവും വിടർന്ന് നിൽക്കുന്നത് ഏതാണ്? കൃത്യമായി പറയാൻ കഴിയുന്നില്ലല്ലോ അല്ലേ, കൺഫ്യൂഷൻ ആണല്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ വിടർന്ന് നിൽക്കുന്നത് ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. രണ്ടും ഏകദേശം ഒരേപോലെയാണ് ഉള്ളത്. സോ ഇവിടെ ഏറ്റവും വലിയ കോൺ ഏതാണ്, ഏറ്റവും ചെറിയ കോൺ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിനാണ് നമുക്ക് ഇവിടെ കോണുകൾ അളക്കാൻ പറ്റും. സോ കോണുകളുടെ വലുപ്പം കൃത്യമായി അളക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉപകരണം നിങ്ങളുടെ ബോക്സിലുണ്ട്. ഈ ചിത്രം നോക്കിക്കേ, ഇതാണ് കോണുകൾ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം. നിങ്ങളുടെ ബോക്സിലില്ലേ, എല്ലാവരും കണ്ടില്ലേ? ഇതിൻ്റെ പേരാണ് പ്രൊട്രാക്ടർ അഥവാ കോൺ മാപ്പിനി. ഈ ഒരു പ്രൊട്രാക്ടർ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇതിൽ ഒരുപാട് വരകൾ ഉണ്ടല്ലേ. ഓരോ വരകൾക്ക് നേരെയും സംഖ്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്, ഒരു കൂട്ടം നമ്പേഴ്സ് താഴെ ഭാഗത്തായിട്ടുണ്ട്. അതായത് വലതിൽ വശത്ത് നിന്ന് ഇടത് വശത്തേക്ക് 0, 10, 20, 30 അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വലത് വശത്തിൽ നിന്ന് ഇടത് വശത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് 0, 10, 20, 30, 40 അങ്ങനെ 180 വരെ പോകുന്നുണ്ട്. ഈ സംഖ്യകളൊക്കെയാണ് കോണുകളുടെ അളവുകൾ എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ ഈ ഒരു ചെറിയ വരകൾ നോക്കുക. അതായത് ഇവിടെ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്കാണ് സംഖ്യകൾ കൂടി പോകുന്നത്. ആദ്യം 0, പിന്നെ 10, 20 അങ്ങനെയാണ് അല്ലേ. ഇത് ഓരോ വരകളുടെയും കോണുകളുടെ അളവുകളാണ്. ഇവിടെ ഓരോ വരകൾ കഴിയും തോറും കോണുകളുടെ അളവും കൂടുന്നുണ്ട്. അതായത് ഞാൻ മാർക്ക് ചെയ്ത ഈ ഒരു വരയുടെ അളവ് 10 ആണെങ്കിൽ ഈ നീല വര മാർക്ക് ചെയ്തിട്ടുള്ള വരയുടെ അളവ് 20 ആണ്. ഇങ്ങനെ ഓരോ വരകൾക്കും വ്യത്യസ്ത അളവുകളാണ് ഉള്ളത്. ഇവിടെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ആയിട്ട് പറയാം. 0 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന താഴത്തെ വരയിൽ നിന്ന് മുകളിലേക്ക് നീങ്ങുന്ന മറ്റു വരകൾ നോക്കുക. നമ്മൾ പറഞ്ഞില്ലേ, ഒരുപാട് വരകൾ ഉണ്ട്. 0-ൽ നിന്ന് തുടങ്ങി പോകുന്ന വരകൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മേലോട്ട് നീങ്ങും തോറും ഈ വരകളും താഴത്തെ വരയും തമ്മിലുള്ള കോൺ വലുതാകുന്നു. അതായത് വരകൾ കൂടുന്നതിനനുസരിച്ച് കോണുകളും വലുതാകുന്നുണ്ട്. ഈ വലുപ്പത്തെ സൂചിപ്പിക്കുന്ന സംഖ്യകളാണ് ഓരോ വരയുടെ നേരെയും എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഓരോ വരയുടെയും കോണിൻ്റെ അളവാണ് വരയ്ക്ക് നേരെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു കോണ് ശ്രദ്ധിക്കുക. സോ ഇവിടെ ഈ ഒരു കോണിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇവിടെ ഈ ഒരു കോണിൻ്റെ മുകളിലത്തെ വരയ്ക്ക് നേരെയുള്ള സംഖ്യ ഏതാണെന്ന് നോക്കിക്കേ, 10 എന്നാണല്ലോ. സോ നമുക്ക് പറയാം ഈ ഒരു കോണിൻ്റെ അളവ് 10 ഡിഗ്രി ആണ്. 10 ഡിഗ്രി എന്ന് ഇങ്ങനെയാണ് എഴുതുക. ഇനി അടുത്തത് ഇവിടെ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു കോണിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താം. അതിനായി ഈ ഒരു കോണിൻ്റെ മുകളിലത്തെ വര ഏത് സംഖ്യയ്ക്ക് നേരെയാണെന്ന് നോക്കുക. ഇവിടെ 40ൻ്റെ നേരെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോണിൻ്റെ അളവ് വരുന്നത് 40 ഡിഗ്രിയാണ്. ഒരു ഉദാഹരണം കൂടി പറയാം. ഇവിടെ കാണുന്ന ഈ ഒരു കോണിൻ്റെ അളവ് എങ്ങനെ നമുക്ക് കാണാം? പെട്ടെന്ന് പറഞ്ഞേ. ഈ ഒരു കോണിൻ്റെ മുകളിലത്തെ വര ഏത് സംഖ്യയ്ക്ക് നേരെയാണ്? 80 എന്ന സംഖ്യയ്ക്ക് നേരെയാണ്. സോ ഇവിടെ 80 ഡിഗ്രിയാണ് കോണിൻ്റെ അളവ്. ഇത് നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പച്ച കോണിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതി അറിയിക്കണമേ. കറക്റ്റ് ആൻസർ പറയുന്ന ആദ്യത്തെ കമൻറ്റ് പിൻ ചെയ്യുന്നതാണ്. നമ്മളിവിടെ വരച്ച് കാണിച്ച കാര്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു വരികളിൽ പറയുന്നത്. നമുക്കിനി അടുത്തത് നോക്കാം. ഈ ഒരു കോണ് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ ഒരു കോണിൻ്റെ അളവ് എത്രയാണ്? മുകളിലത്തെ വര 40ൻ്റെ നേരെയാണ്. അതുകൊണ്ട് തന്നെ 40 ഡിഗ്രി ആണെന്ന് പറയാം. മറ്റൊരു രീതിയിൽ നമുക്ക് 40 ഡിഗ്രീനെ എങ്ങനെ പറയാം?
4 പ്രാവശ്യം 10 ഡിഗ്രി കോണുകൾ ചേർന്നതാണ് 40 ഡിഗ്രി കോണ് എന്ന് പറയാം അല്ലേ. 4 പ്രാവശ്യം 10 ഡിഗ്രി കോണുകൾ ചേർന്നത്. അതായത് ഇവിടെ നോക്കിക്കേ, ഒരു 10 ഡിഗ്രി കോണ്, രണ്ടാമത്തെ 10 ഡിഗ്രി കോണ്, മൂന്നാമത്തെ 10 ഡിഗ്രി കോണ്, അങ്ങനെ 4 10 ഡിഗ്രി കോണുകൾ ചേർന്നിട്ടുള്ളതാണ്. ഈ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ വലതുവശത്തേക്ക് പോകുന്ന കോണുകളാണ്. അതായത് ഇവിടെ ചുവപ്പ് കൊണ്ട് വരച്ചിട്ടുള്ള കോണുകളാണ് നമ്മൾ ഇതുവരെ അളന്നിട്ടുള്ളത്, വലതുവശത്തേക്കുള്ള കോണുകൾ. അങ്ങനെയെങ്കിൽ ഇവിടെ ചോദിക്കുകയാണ്, ഇങ്ങനെയും കോൺ വരയ്ക്കാമല്ലോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ, ഇങ്ങനെയും കോണ് വരയ്ക്കാം. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള കോണ് എങ്ങനെയാണ് നമ്മൾ അളക്കുക? ഇടതുവശത്തെ കോണുകൾ അളക്കാനാണ് ഇടതുവശത്തായിട്ടും 0 നൽകിയിട്ടുള്ളത്. നോക്കിക്കേ, പ്രൊട്രാക്ടർ എടുത്ത് നോക്കുക, അതിൽ ഇടതുവശത്തും നിങ്ങൾക്ക് 0 കാണാം. ഈ 0ന്റെ നേരെയുള്ളതാണ് ഇടതുവശത്തെ കോണുകളുടെ മെഷർമെൻറ്റ്, അളവുകൾ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും പുറത്തുള്ള സംഖ്യകളാണ്. ഇത് മാറിപ്പോവരുതേ. ഇനി കോൺ മാപ്പിനെ ഉപയോഗിച്ച് കോണുകൾ അളക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉദാഹരണമായി താഴെ നിങ്ങൾക്ക് 2 കോണുകൾ, വലതുവശത്തേക്കും ഇടതുവശത്തേക്കുമുള്ള കോണുകൾ നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് കോൺ മാപ്പിനെ ഉപയോഗിച്ച് അളന്ന് നോക്കിയാലോ? ആദ്യം നമുക്ക് വലതുവശത്തേക്കുള്ള കോണ് അളക്കാം. അതിനായി നിങ്ങൾ അടിയിലുള്ള വരയില്ലേ, കോണിൻ്റെ അടിയിലത്തെ താഴെയുള്ള വര, അത് 0ന്റെ വരയ്ക്ക് നേരെ കൃത്യമായിട്ട് വെക്കണം. അത് തെറ്റിപ്പോവരുത്. കൃത്യമായി 0ന്റെ വരയുടെ നേരെ കൃത്യമായിട്ടാണ് കോൺ മാപ്പിനിയിൽ വെക്കേണ്ടത്. വലതുവശത്തേക്കുള്ള കോൺ അളക്കുമ്പോൾ വലതു ഭാഗത്തെ 0ത്തിലാണ് വര വെക്കേണ്ടത്. എന്നിട്ട് വലതു ഭാഗത്തുള്ള 0ത്തിന് നേരെയുള്ള മറ്റ് സംഖ്യകളാണ് നമ്മളിവിടെ കണക്കിലാക്കേണ്ടത്. അതായത് ഇവിടെ 0ത്തിന് നേരെ കൃത്യമായിട്ട് വെക്കുമ്പോൾ കോണിൻ്റെ മുകളിലത്തെ വര ഏതിലൂടെയാണ് കടന്നു പോകുന്നത് നോക്കുക. ഇവിടെ 50 എന്ന സംഖ്യയിലൂടെയാണ് കടന്നു പോകുന്നത്. 130 എന്ന് എഴുതിയാൽ തെറ്റാണ്. അതല്ല നോക്കേണ്ടത്, 0ത്തിന്റെ നേരെ പോകുന്ന സംഖ്യകളാണ്. അതായത് ഇവിടെ 50 ആണ് ഉത്തരം. ഈ കോണിന്റെ അളവ് എന്ന് പറയുന്നത് 50 ആണ്. ഇനി നമുക്ക് ഇടതുവശത്തേക്കുള്ള കോൺ അളക്കാം. അതിനായി നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 0ത്തിന്റെ വരയിൽ കൃത്യമായിട്ട് കോണിന്റെ താഴെയുള്ള വര വെക്കണം. ഇടതുവശത്തെ കോൺ അളക്കുമ്പോൾ ഇടതുവശത്തെ 0ത്തിന്റെ വരയ്ക്ക് നേരെയാണ് കോൺ മാപ്പിനിയിൽ നിങ്ങൾ വെക്കേണ്ടത്. സോ ഇവിടെ വെച്ചതിന് ശേഷം മുകളിലത്തെ വര ഏത് സംഖ്യയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കുക. ഇവിടെ ഏതിലാണ്? 60 എന്ന് കാണാം, നിങ്ങൾക്ക് 120 എന്ന് കാണാം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഇവിടെ 0ത്തിന്റെ നേരെ വരുന്ന സംഖ്യ ഏതാണ്? 0ത്തിന്റെ വരയിലൂടെ വരുന്നത് 60 ആണ് അല്ലേ. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം 60 എന്നാണ്. 120 എന്ന് എഴുതിയാൽ തെറ്റാണ്. ഓക്കെ, ഈ കോണിന്റെ അളവ് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ആദ്യത്തെ കോണിന്റെ അളവ് 50 ഡിഗ്രിയാണ്, രണ്ടാമത്തെ കോണിന്റെ അളവ് 60 ഡിഗ്രിയാണ്. നമുക്കിനി ഈ കാണുന്ന ഈ ഒരു കോണം നടന്ന് നോക്കാം. ഇവിടെ വലതുവശത്തേക്കുള്ള കോണാണ്. അതുകൊണ്ട് തന്നെ വലതുവശത്തെ 0ത്തിന്റെ നേരെയാണ് കോണിന്റെ താഴെയുള്ള വര വെക്കേണ്ടത്. കൃത്യമായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോവും. സോ 0ത്തിന്റെ വരയിലൂടെയാണ് കൃത്യമായിട്ട് വെക്കുക. എന്നിട്ട് മുകളിലത്തെ വര ഏതിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം 50ന്റെയും 60ന്റെയും ഇടയിലായിട്ടാണ് കടന്നു പോകുന്നത്. കൃത്യമായിട്ട് 50ലല്ല 60ലുമല്ല, രണ്ടിൻ്റെയും ഇടയ്ക്കാണ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ചെറിയ വരകൾ കാണാം അല്ലേ. ഓരോ സംഖ്യകളുടെ ഇടയിലായിട്ട് ഓരോ ചെറിയ ചെറിയ വരകളുണ്ട്. ഈ ഓരോ ചെറിയ വരകളും 1 ഡിഗ്രി അളവുകളാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എത്രയാണ്? 1 ഡിഗ്രിയാണ്. സോ നിങ്ങൾ ഇവിടെ 50 കഴിഞ്ഞതിന് ശേഷം എത്ര ചെറിയ വരകളുണ്ടെന്ന് എണ്ണി നോക്കുക. ഇവിടെ 50 കഴിഞ്ഞതിന് ശേഷം 5 ചെറിയ വരകളുണ്ട്. അതായത് ഓരോ ചെറിയ വരകളും 1 ഡിഗ്രിയാണ്. സോ 5 ചെറിയ വരകൾ എന്ന് പറയുമ്പോൾ 5 ഡിഗ്രിയാണ്. 50 കഴിഞ്ഞിട്ട് 5 ഡിഗ്രി ചെറിയ വരകൾ കൂടിയുണ്ട്. അതായത് 50 കൂട്ടണം 5, 55 ഡിഗ്രിയിലാണ് നമ്മുടെ വരയുള്ളത്. സോ ഈ ഒരു കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ? അടുത്തത് ഈ ഒരു കോൺ അളക്കാം. ഇവിടെ കൃത്യമായിട്ട് 0ത്തിന് നേരെയാണ് നമ്മൾ വര വെക്കേണ്ടത്. എന്നിട്ട് മുകളിലത്തെ വര ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? ഇവിടെ 60ലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇനി നിങ്ങൾ ഏതൊരു കോണ് തന്നാലും കൃത്യമായിട്ട് കോൺ മാപ്പിനെ ഉപയോഗിച്ച് അളന്ന് പറയുമല്ലോ. സോ ഇനി ഇവിടെ അടുത്ത് നോക്കാം. ഇവിടെ നിങ്ങളോട് പറയുകയാണ് ഒരു വര വരയ്ക്കുക, താഴെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ബോക്സിലെ ഈ ഒരു
ഉപകരണം ഉപയോഗിച്ച് എന്താണ് മറ്റൊരു വര കൂടി വരയ്ക്കുക. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയതുപോലെ ഇത്തരത്തിലുള്ള ഒരു ചിത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. ഇങ്ങനെ വരച്ച ശേഷം കോൺ മാപ്പിനെ ഉപയോഗിച്ച് അളന്ന് നോക്കുക. കൃത്യമായിട്ട് താഴത്തെ വര 0ന്റെ വരയിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് മുകളിലത്തെ വര ഏതിൽ നേരെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കുക. ഇവിടെ വര കൃത്യമായിട്ട് 90ലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഈ ഒരു കോണിന് പറയുന്ന പേരാണ് മട്ടകോൺ, റൈറ്റ് ആംഗിൾ. ഓക്കെ, ചിത്രത്തിൽ മട്ടകോൺ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്? താഴെ നോക്കിക്കേ, ചുവന്ന നിറത്തിൽ നിങ്ങൾക്ക് കാണിച്ച് നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് മട്ടകോൺ അടയാളപ്പെടുത്തുക. മട്ടകോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഒരു വരയുമായി 90 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്ന ഏത് വരയും ആദ്യത്തെ വരയ്ക്ക് ലംബം, പെർപെൻഡിക്കുലർ എന്നാണ് പറയുന്നത്. താഴെ നിങ്ങൾക്ക് നൽകിയ ചിത്രം നോക്കിക്കേ. ഇവിടെ പച്ച വരകളുണ്ടല്ലോ. ഈ പച്ച വരകൾ എന്താണ്? നീല വരയ്ക്ക് നേരെ വരച്ചപ്പോൾ അവിടെ 90 ഡിഗ്രിയാണ് കിട്ടിയത്. അതായത് മട്ടകോൺ ആണ് അവിടെ. സോ ഇവിടെ എന്ത് പറയാം നമുക്ക്? നീല വരയ്ക്ക് പച്ച വരകൾ ലംബമാണ്. ഓക്കെ, നീല വരയ്ക്ക് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ടാണ് പച്ച വരയുള്ളത്. അവിടുത്തെ ആ ആംഗിൾ നമുക്ക് കോണുകൾ അളക്കാതെ പറയാൻ പറ്റുമില്ലേ? എത്രയാണ്? 90 ഡിഗ്രിയാണ് വരിക. ഒരു ചതുരം നോക്കിക്കേ. ഇതിലെ എല്ലാ വരകളും മറ്റു വരകൾക്ക് ലംബമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചതുരത്തിലെ 4 കോണുകളും 90 ഡിഗ്രി ആണെന്ന് പറയാം. കോണുകൾ തന്നിട്ട് അത് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് കോണ് വരയ്ക്കുക എന്ന് നോക്കാം. ഓക്കെ, ഇനി കോൺ മാപ്പിന് ഉപയോഗിച്ച് നിശ്ചിത അളവുള്ള കോൺ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉദാഹരണമായി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കോൺ എങ്ങനെ വരയ്ക്കും? ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ 40 ഡിഗ്രി കോണാണ് നൽകിയിട്ടുള്ളത്. ഇതെങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഇങ്ങനെ വിലങ്ങനെ ഒരു വര വരയ്ക്കുക. ഓക്കെ, വളയാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വര വരയ്ക്കുക. എന്നിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ കോൺ മാപ്പിന് എന്താണ്? ഈ ഒരു വരയുടെ 0ന്റെ വരയ്ക്ക് നേരെ കൃത്യമായിട്ട് വെക്കുക. ഓക്കെ, വലത് വശത്തുള്ള 0ന്റെ വരയില്ലേ, ആ വരയ്ക്ക് മുകളിലായിട്ട് കൃത്യമായിട്ട് വെക്കുക. എന്നിട്ട് 40 എവിടെയാണ് വരുന്നത് നോക്കുക. ഇവിടെ വലത് വശത്തേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ താഴെയുള്ള സംഖ്യകളാണല്ലോ നോക്കുക. സോ ഇവിടെ 40 വരുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം ഒരു പോയിന്റ് ഇട്ടത്. ഇവിടെയാണ് 40 ഡിഗ്രി വരുന്നത്. എന്നിട്ട് പോയിന്റ് ഇട്ടതിന് ശേഷം ഈ ഒരു കോൺ മാപ്പിന് എടുത്തു മാറ്റുക. അങ്ങനെ മാറ്റിയതിന് ശേഷം ഈ ഒരു പോയിന്റ് നമ്മൾ ആദ്യം വരച്ച ആ ഒരു വരയുടെ അറ്റത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. സോ ഇങ്ങനെയാണ് 40 ഡിഗ്രി കോണ് വരയ്ക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏതൊരു കോണും 40 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രി അങ്ങനെ ഏത് അളവുള്ള കോണും നിങ്ങൾക്ക് ഇതേപോലെ കോൺ മാപ്പിനെ ഉപയോഗിച്ച് വരയ്ക്കാവുന്നതാണ്. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. ചുവടെയുള്ള ചിത്രങ്ങളിലെ കോണുകളെല്ലാം അളന്ന് അടയാളപ്പെടുത്തുക. സോ നമുക്കിവിടെ അളക്കാം. ആദ്യത്തെ ചിത്രം നോക്കിക്കേ. ഇതെങ്ങനെ അളക്കാം? നിങ്ങൾ കോൺ മാപ്പിന് വരയ്ക്ക് നേരെ കൃത്യമായിട്ട് 0ന്റെ വരയ്ക്ക് നേരെ കൃത്യമായിട്ട് വെക്കുക. ഇത് വലതുവശത്തേക്കുള്ള കോണാണ്. സോ നിങ്ങൾ കൃത്യമായിട്ട് വലതുവശത്തെ 0ന്റെ വരയാണ് അവിടെ കൃത്യമായിട്ട് വെക്കേണ്ടത്. എന്നിട്ട് മുകളിലത്തെ വര ഏത് സംഖ്യയ്ക്ക് നേരെയാണെന്ന് നോക്കുക. അതായിരിക്കും ഉത്തരം വരുന്നത്. ഓക്കെ, ഇതേപോലെ മറ്റു ചിത്രങ്ങളെല്ലാം നിങ്ങൾ അളക്കുക. രണ്ടാമത്തെ ചോദ്യം, ചുവടെ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുക. സോ ഇവിടെ 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അളവുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇത് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനാണ്. എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യത്തെ ചിത്രം വരയ്ക്കാം. ആദ്യം നിങ്ങൾ ഈ ഒരു വരയില്ലേ, ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണെന്ന് അളവ് നൽകിയിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ വര വരയ്ക്കുക. ആദ്യം നമുക്ക് വലതുവശത്തേക്കുള്ള കോൺ അളക്കാം. അതിന് കോൺ മാപ്പിന് ഉപയോഗിച്ച് 0 എന്ന വരയ്ക്ക് നേരെ കൃത്യമായിട്ട് വെക്കുക. എന്നിട്ട് എവിടെയാണ് 50 ഡിഗ്രി വരുന്നത് നോക്കിയിട്ട് അവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. കോൺ മാപ്പിന് എടുത്തു മാറ്റിയിട്ട് ഈ പോയിന്റും താഴത്തെ വരയിലേക്ക് യോജിപ്പിക്കുക. ഇതേപോലെ ഇടതുവശത്തേക്കുള്ളത് നോക്കുക. ഇവിടെ 0ന് നേരെ വെക്കുക. 50 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ത്രികോണ രൂപത്തിലാണ് വേണ്ടത്. വരകൾ ബാലൻസ് ആയിട്ട് മുകളിൽ വന്നാൽ അത് എറേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം.
സോ ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അളവുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ് വരയുടെ നീളം. സ്കെയിൽ ഉപയോഗിച്ചിട്ട് 5 സെൻറ്റിമീറ്റർ വര ആദ്യം വരയ്ക്കുക. എന്നിട്ട് വലതുവശത്തെ കോൺ നമുക്ക് ആദ്യം വരയ്ക്കാം. ഇവിടെ 30 ഡിഗ്രിയാണ് നൽകിയിട്ടുള്ളത്. 0 എന്ന വരയ്ക്ക് നേരെ കൃത്യമായിട്ട് വെച്ചതിന് ശേഷം 30 ഡിഗ്രി കോൺ മാപ്പിനിയിൽ പോയിന്റ് ഇട്ടുക. എന്നിട്ട് കോൺ മാപ്പിനി മാറ്റി വെച്ചിട്ട് ഈ ഒരു പോയിന്റ് താഴത്തെ വരയിലേക്ക് യോജിപ്പിക്കുക. ഇനി വലതുവശത്ത് 90 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ 90 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് വരച്ചു കൊടുക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ ചിത്രമാണ്. ആദ്യം നിങ്ങൾ 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഇടതുവശത്ത് 20 ഡിഗ്രിയാണ് നൽകിയിട്ടുള്ളത്. 20 ഡിഗ്രി കോൺ മാപ്പിനിൽ അടയാളപ്പെടുത്തിയിട്ട് 20 ഡിഗ്രിയിലേക്ക് വരയ്ക്കുക. ഇതേപോലെ വലതുവശത്തും വെച്ചിട്ട് 20 ഡിഗ്രി വരയ്ക്കുക. 2 വരയും കൂട്ടിമുട്ടുന്ന സ്ഥലം വരെ മതി. ബാക്കി വരകൾ ഉണ്ടെങ്കിൽ അത് മായച്ച് കളഞ്ഞാൽ മതി. ഇനി പേജ് തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ താഴെയും വരയ്ക്കുക. ഇനി അവസാനത്തെ ചിത്രമാണ്. ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേ കാണുന്നത് പോലെ 5 സെൻറ്റിമീറ്റർ നീളമുള്ള വര ആദ്യം വരയ്ക്കുക. എന്നിട്ട് ഇടതുവശത്തെ കോൺ ആദ്യം വരയ്ക്കാം. 60 ഡിഗ്രിയാണ് നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്. കൃത്യമായിട്ട് 0-ൽ തന്നെ വെക്കണേ. എന്നിട്ട് 60 ഡിഗ്രി പോയിന്റ് ഇടുക. പക്ഷേ ഇവിടെ വര വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, 3 സെൻറ്റിമീറ്റർ എന്ന് കൃത്യമായിട്ട് അളവ് നൽകിയിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ നീളമുള്ള വരയാണ് പോയിന്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടത്. ബാലൻസ് ഉണ്ടെങ്കിൽ അത് എറേസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ വലതുവശത്തും ചെയ്യുക. അവിടെ 120 ഡിഗ്രിയാണ്, 3 സെൻറ്റിമീറ്ററുമാണ് വരയുടെ നീളം തന്നിട്ടുള്ളത്. എന്നിട്ട് മുകളിലത്തെ വര യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് 5 സെൻറ്റിമീറ്ററിലാണ് കിട്ടുക. ഓക്കെ, നമ്മളിവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കുക. അടുത്തത് പഠിക്കാനുള്ളതാണ് വൃത്തവിഭജനം. കോൺ മാപ്പിന് ഒരു അർദ്ധവൃത്തം, അതായത് പകുതി വട്ടമാണല്ലോ. ആണല്ലേ, ഒരു വട്ടത്തിൻ്റെ പകുതിയാണ് കോൺ മാപ്പിന്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കയ്യിൽ കോൺ മാപ്പിന് എടുത്ത് നോക്കിക്കേ, ഒരു വട്ടത്തിൻ്റെ പകുതി ഭാഗമാണല്ലോ. കോൺ മാപ്പിനിയിൽ 180 ചെറിയ വരകളാണുള്ളത്. ഓക്കെ, ഇതിൽ എത്രയാണ്? 180 ചെറിയ വരകളാണുള്ളത്. ഈ ചെറിയ വരകളൊക്കെ ഈ നടുവിലത്തെ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അർദ്ധവൃത്തത്തെ, അതായത് കോൺ മാപ്പിനി ഒരു അർദ്ധവൃത്തമാണെന്ന് പറഞ്ഞല്ലോ, ഈ ഒരു അർദ്ധവൃത്തത്തെ നമുക്ക് 180 സമഭാഗങ്ങളാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇതിലെ ഓരോ വരകളുടെയും അളവ് എന്ന് പറയുന്നത് 1 ഡിഗ്രി ആണെന്ന്. അത് നമ്മൾ തൊട്ട് മുൻപേ ചെയ്ത പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഒരു അർദ്ധവൃത്തത്തിൽ 180 വരകളാണെങ്കിൽ ഒരു മുഴുവൻ വട്ടത്തിൽ, ഒരു വൃത്തത്തിൽ 360 വരകളാണുള്ളത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു 360 ചെറിയ വരകളെയും നമുക്ക് നടുവിലേക്ക് കൂട്ടിച്ചേർത്ത് വരച്ചാൽ നമുക്ക് ഈ ഒരു വൃത്തത്തെ 360 സമഭാഗങ്ങളാക്കാൻ പറ്റും എന്നാണ്. ഇതിലെ ഓരോ വരകളുടെയും അളവ് എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായാലും ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ 1 ഡിഗ്രി വ്യത്യാസത്തിൽ നമുക്ക് വരകൾ വരയ്ക്കുകയാണെങ്കിൽ 360 വരകൾ നമുക്ക് ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, 1 ഡിഗ്രിയാണ് നമ്മുടെ അളവെങ്കിൽ നമുക്ക് എത്ര വരകൾ വരയ്ക്കാം? 360 വരയ്ക്കാം. എങ്കിൽ ചോദിക്കുകയാണ് 10 ഡിഗ്രി ഇടവിട്ടിട്ടാണെങ്കിലോ? നമ്മൾ വരകൾ വരയ്ക്കുന്നത് 10 ഡിഗ്രി അളവിലാണെങ്കിൽ നമുക്ക് എത്ര വരകൾ വരയ്ക്കാൻ പറ്റും? 360 ഹരിക്കണം 10 ചെയ്ത് നോക്കാം. 360-ൽ എത്ര 10 ഉണ്ട്? 36 ആണല്ലോ. സോ നമുക്ക് 36 ആരങ്ങൾ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു വൃത്തത്തെ 10 ഡിഗ്രി അളവിലാണ് നമ്മൾ വരകൾ വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു വൃത്തത്തെ 36 സമഭാഗങ്ങളാക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ 60 ഡിഗ്രി അളവിലാണ് നമ്മൾ വരകൾ വരയ്ക്കുന്നതെങ്കിലോ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ 360-ൽ എത്ര 60 ഉണ്ടെന്ന് നോക്കാം. 360 ഹരിക്കണം 60 6ആണ്. സോ നമുക്ക് ഈ ഒരു വൃത്തത്തെ 6 സമഭാഗങ്ങളാക്കാൻ പറ്റുന്നതാണ്. 60 ഡിഗ്രി അളവുകൾ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു വൃത്തത്തെ 6 ഭാഗങ്ങൾ ആക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഈ ഒരു ആരങ്ങളുടെ അറ്റങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് താഴെ കാണുന്ന ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. നോക്കിക്കേ, 6 വശമുള്ള ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. അതായത് ഓരോ ആരങ്ങളുടെയും അറ്റം മാത്രം യോജിപ്പിച്ചിട്ടാണ് ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത്. ഈ ഒരു രൂപങ്ങൾ 3 വൃത്തങ്ങൾ ഉപയോഗിച്ച് 5ാം ക്ലാസ്സിൽ വരച്ചത് ഓർക്കുന്നുണ്ടോ? വരകളും വട്ടങ്ങളും എന്ന പാഠഭാഗത്തിലെ വട്ടക്കണക്ക് എന്ന ഭാഗം.
സോ അപ്പോൾ ഈ ഒരു 5ാം ക്ലാസ്സിൽ വരച്ച ഈ ഒരു ചിത്രങ്ങൾ ഇനി നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കോണുകളൊക്കെ അളന്നിട്ട് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു വൃത്തത്തെ 5 സമഭാഗങ്ങളാക്കണം. ഓക്കെ, എത്ര സമഭാഗങ്ങളാണ്? 5 സമഭാഗങ്ങളാക്കണം. അങ്ങനെയെങ്കിൽ ഏതൊരു അളവിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്? എങ്ങനെ കണ്ടെത്താം? 360 ഹരിക്കണം 5 ചെയ്യുക. 360നെ 5 കൊണ്ട് ഹരിക്കുക, 72 കിട്ടി. നിങ്ങളുടെ കോൺ മാപ്പിന് ഉപയോഗിച്ച് 72 ഡിഗ്രി അളവിൽ വരച്ച് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൃത്തത്തെ 5 സമഭാഗങ്ങളാക്കാൻ കഴിയുന്നതാണ്. ഇതുപോലെ 10 സമഭാഗങ്ങൾ, 5 സമഭാഗങ്ങൾ, 7 സമഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ നിങ്ങൾ 360നെ കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് എത്രയാണോ കിട്ടുന്നത് ആ ഒരു അളവ് വെച്ചിട്ട് വരയ്ക്കുക. ഇങ്ങനെ 5 സമഭാഗങ്ങളാക്കിയിട്ട് അതുകൊണ്ട് വരച്ച രൂപം നോക്കിക്കേ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നമുക്കത് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെയുള്ള ചിത്രങ്ങളിൽ മഞ്ഞ നിറമുള്ള ഭാഗവും പച്ച നിറമുള്ള ഭാഗവും മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്ന് കണക്കാക്കുക. ആദ്യത്തെ ചിത്രത്തിൽ മഞ്ഞ നിറത്തിൻ്റെ ഭാഗിച്ചത് ഏതാണ്? മഞ്ഞ നിറത്തെ 20 ഡിഗ്രി ആയിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത്. ഒരു വൃത്തം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. സോ നമുക്ക് 20/360 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ചെറുതാക്കണം. 0 0 വെട്ടിക്കളയാം. 2/36 എന്ന് കിട്ടി. 2/36നെ വീണ്ടും ചെറുതാക്കാം. 2ലും 2 പോകുന്നതാണ് അല്ലേ? സോ 2/36നെ വീണ്ടും ചെറുതാക്കുമ്പോൾ 2ൽ ഒരു 2ആണ്. 36ൽ എത്ര 2ആണുള്ളത്? 36 ഹരിക്കണം 2 ചെയ്ത് നോക്കാം. 3ൽ ഒരു 2ആണ്, ഒരു 2 2, ബാലൻസ് 16 വരുന്നുണ്ട്. 8 2ആണുള്ളത്. 8 2 16 സോ 36ൽ 18 2ആണുള്ളത്. അത് നമുക്ക് 18 എന്ന് കിട്ടി. ഇവിടെ മഞ്ഞ നിറത്തിൻ്റെത് 1/18 എന്നാണ് ഉത്തരം വരുന്നത്. ഇനി പച്ച നിറത്തിൻ്റെത് കാണാം. പച്ച നിറത്തിൻ്റെത് ആകെ മൊത്തത്തിൽ 18 നമുക്ക് കിട്ടി. 18നെ നേരെ താഴെ തന്നെ എഴുതി കൊടുക്കുക. ഇനി എത്ര ഭാഗമാണ് പച്ച നിറമുള്ളത്? 18 ഭാഗത്തിൽ ഒരു ഭാഗം മാത്രമാണ് മഞ്ഞ നിറമുള്ളത്. ബാക്കി 17 ഭാഗവും പച്ച നിറമാണെന്ന് പറയാം. 17/18 എന്നാണ് പച്ച നിറത്തിൻ്റെത് ഉത്തരം വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, 18 ആകെ മൊത്തം വരുന്നത്. 18ൽ ഒരു ഭാഗം മാത്രമേ മഞ്ഞ നിറമുള്ളൂ, ബാക്കി 17 പച്ചയാണ്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ. രണ്ടാമത്തെ ചിത്രത്തിൽ ഇവിടെ 24 ഡിഗ്രിയാണ് മഞ്ഞ നിറം നൽകിയിട്ടുള്ളത്. മഞ്ഞ നിറത്തിൻ്റെത് ആദ്യം എഴുതാം. 24/360, മൊത്തം 360 ആണുള്ളത് നമുക്കറിയാം ഒരു വൃത്തത്തിൽ. സോ 24/360 എന്ന് കിട്ടി. ഇതിനെ ചെറുതാക്കാം. ഇതിൽ നമുക്ക് 2 കൊണ്ട് ഭാഗിക്കാം. 12/180 എന്ന് കിട്ടി. വീണ്ടും നമുക്ക് ഭാഗിക്കാം. നമുക്ക് 12 പോകാൻ നോക്കാം. 12ൽ ഒരു 12ആണ്. 180ൽ 15 12ആണ്. 1/15 എന്ന് കിട്ടി. ഇനി പച്ച നിറത്തിൻ്റെ എഴുതാം. ആകെ മൊത്തത്തിൽ 15 ആണുള്ളത്. 15ൽ ഒരു ഭാഗമാണ് മഞ്ഞ നിറമുള്ളത്. സോ ബാക്കി 14 ഭാഗം പച്ച നിറമാണ്. സോ പച്ചൻ്റെത് 14/15 എന്നാണ് ഉത്തരം വരുന്നത്. ഓക്കെ, 14/15. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. ഇവിടെ 54 ഡിഗ്രി എന്ന് നൽകിയിട്ടുണ്ട്. മഞ്ഞ നിറം 54/360 ആണെന്ന് കിട്ടിയല്ലോ. 54/360 ഇനി നമുക്കിതിനെ ചെറുതാക്കണം. 2ലും 6 പോവും അല്ലേ? 6ൻ്റെ ഗുണനങ്ങളാണ്. സോ 54ൽ എത്ര 6 ഉണ്ട്? 9ആണ്. 360ൽ 60 ആറുകളാണുള്ളത്. നമുക്കിവിടെ 9/60 എന്ന് കിട്ടി. വീണ്ടും ചെറുതാക്കാം. 2ലും 3 പോവും. 9ൽ 3 3ആണുള്ളത്. 60ൽ 20 3കളാണുള്ളത്. 3/20 എന്ന് കിട്ടി. ഇനി പച്ച നിറം കാണാം. 20 ആകെ മൊത്തമുള്ളത്. 20ൽ 3 ഭാഗം മഞ്ഞ നിറമാണ്. സോ 20ൽ നിന്ന് 3 കുറയ്ക്കുക. 17 എന്ന് കിട്ടി. ബാക്കി 17 പച്ച നിറമാണ്. 17/20 ഉത്തരം. ഇനി അടുത്തത് 80 80 മഞ്ഞ നിറം എന്ന് നൽകിയിട്ടുണ്ട്. 80/360 എന്ന് വരും. നമുക്കിതിനെ ചെറുതാക്കാം. 0 0 വെട്ടിക്കളയാം. 8/36 എന്ന് കിട്ടും. ഇനി 8/36നെ വീണ്ടും ചെറുതാക്കണം. 8ഉം 36ഉം 2ൻ്റെ ഗുണനങ്ങളാണ്. സോ നമുക്ക് 2 കൊണ്ട് വെട്ടിക്കളയാം. 8ൽ എത്ര 2 ഉണ്ട്? 4 2ആണുള്ളത്. 36ൽ
18 രണ്ടുകളാണുള്ളത്. 4/18 എന്ന് കിട്ടി. ഇനി നമുക്കിതിനെ വീണ്ടും ചെറുതാക്കാം. 2 കൊണ്ട് വെട്ടിക്കളയാം. 4-ൽ 2 2ആണുള്ളത്. 18-ൽ 9 2ആണ്. 2/9 എന്ന് കിട്ടി. ഇനി നമുക്ക് പച്ച നിറത്തിൻ്റെത് കാണാം. ആകെ മൊത്തം 9 ആണുള്ളത്. 9-ൽ 2 ഭാഗം മഞ്ഞ നിറമാണ്. ബാക്കിയുള്ള 7 ഭാഗം പച്ച നിറമാണ്. സോ നമുക്കിവിടെ 7/9 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അടുത്ത ചോദ്യം 108 ഡിഗ്രി ആണെന്ന് നൽകിയിട്ടുണ്ട്. മഞ്ഞ നിറം 108/360 എന്ന് എഴുതുക. നമുക്കിതിനെ ചെറുതാക്കണം. 108/360 ചെറുതാക്കാം. നമുക്കിതിൽ 2 കൊണ്ട് ഭാഗിക്കാം. 108-ൽ എത്ര 2 ഉണ്ട്? നിങ്ങൾ ഹരിച്ച് നോക്കുക. 108 ഹരിക്കണം 2 54 ആണ്. 54/180 എന്ന് കിട്ടും. ഇനി നമുക്കിതിനെ വീണ്ടും ചെറുതാക്കാം. നമുക്കിതിനെ 2 കൊണ്ട് ഭാഗിക്കാം. 54-ൽ എത്ര 2 ഉണ്ട്? നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 54 ഹരിക്കണം 2 ചെയ്ത് നോക്കിയാൽ മതി. 54 ഹരിക്കണം 2 ചെയ്യുക. 5-ൽ എത്ര 2 ഉണ്ട്? 2 ആണ്. 2 2 4. ബാക്കി 14 ആണ്. 14-ൽ 7 2 ആണ്. 7 2 14. സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 27 എന്നാണ്. 27/90 എന്ന് കിട്ടി. 27/90 വീണ്ടും നമുക്ക് ചെറുതാക്കാം. 2-ലും 3 പോവും അല്ലേ? 27-ൽ എത്ര 3 ഉണ്ട്? 9 3 ആണുള്ളത്. 9 എന്ന് കിട്ടി. ഇനി 90-ൽ എത്ര 3 ആണുള്ളത്? 30 ആണുള്ളത്. സോ നമുക്കിവിടെ 9/30 എന്ന് കിട്ടി. നമുക്കിതിനെ വീണ്ടും 3 കൊണ്ട് ചെറുതാക്കാം. 9-ൽ എത്ര 3 ഉണ്ട്? 3 ആണ്. 30-ൽ 10 ആണ്. 3/10 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഇനി ഇതിൻ്റെ പച്ച നിറം കാണാൻ ആകെ മൊത്തം 10 ആണുള്ളത്. 10-ൽ 3 ഭാഗം എന്താണ്? മഞ്ഞ നിറമാണ്. ബാക്കിയുള്ള 7 ഭാഗമാണ് പച്ച. സോ ഉത്തരം 7/10 എന്നാണ്. ഇനി അടുത്തത് അവസാനത്തേതാണ്. മഞ്ഞ നിറം 150 ഡിഗ്രി ആണെന്ന് നൽകിയിട്ടുണ്ട്. സോ നമുക്കിവിടെ മഞ്ഞ നിറത്തിൻ്റെത് 150/360 എന്ന് എഴുതാം. നമുക്കിതിനെ ചെറുതാക്കാം. 0 0 വെട്ടിക്കളയാം. 15/36 എന്ന് കിട്ടി. ഇത് രണ്ടും 3ൻ്റെ ഗുണനങ്ങളാണ്. സോ 3 കൊണ്ട് ഭാഗിക്കാം. 15-ൽ എത്ര 3 ആണ്? 5 ആണ്. 36-ൽ എത്ര 3 ഉണ്ട്? 12 3കളാണുള്ളത്. 5/12 എന്ന് കിട്ടി. ഇനി നമുക്ക് പച്ച നിറത്തിൻ്റെത് കാണാം. ആകെ മൊത്തം 12 ആണുള്ളത്. ഇതിൽ 5 ഭാഗം എന്താണ്? മഞ്ഞ നിറമാണ്. 12-ൽ 5 ഭാഗം മഞ്ഞ നിറമാണ്. 12-ൽ നിന്ന് 5 കുറയ്ക്കുക. 12-ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 12-ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് A എന്ന് കിട്ടി. 7/12 ആണ് പച്ച നിറത്തിൻ്റെത്. എല്ലാത്തിൻ്റെയും ഉത്തരം നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ വൃത്തങ്ങൾ വരച്ച് ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നിറം കൊടുക്കുക എന്നാണ്. സോ ഇവിടെ നൽകിയിട്ടുള്ളത് 3/8, 2/5, 4/9, 5/12, 5/24 എന്നാണ്. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തേത് 3/8 എന്നാണല്ലോ. ഇതിനെ നമുക്ക് 360 കൊണ്ട് ഗുണിക്കണം. എങ്ങനെയാണ് ഗുണിക്കുക? 360 ഹരിക്കണം 8 ആദ്യം ചെയ്യുക. 45 എന്ന് കിട്ടി. ഇനി 45-നെ 3 കൊണ്ട് ഗുണിക്കുക. 135 എന്ന് കിട്ടി. ഉത്തരം 135 ആണ്. നിങ്ങളൊരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് കോൺ മാപ്പിനെ ഉപയോഗിച്ചിട്ട് 135 ഡിഗ്രി അളവിൽ വരയ്ക്കുക. ഓക്കെ, 135 ഡിഗ്രിയിലാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് നിറം കൊടുക്കുക. സോ ഇതേപോലെ നിങ്ങളൊരു വൃത്തം വരച്ചിട്ട് ഒരു വര വരയ്ക്കുക. എന്നിട്ട് ആ ഒരു വരയിൽ വെച്ചിട്ട് കോൺ മാപ്പിന് 0-ൻ്റെ വര കൃത്യമായിട്ട് വെച്ചിട്ട് 135 കോൺ മാപ്പിനിൽ പോയിന്റ് ഇടുക. ഏകദേശം ഈ ഒരു അളവിലാണ് 135 വരിക. എന്നിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ഒരു ഭാഗമില്ലേ, 135 ഡിഗ്രിയുടെ ഈ ഒരു ഭാഗം നിറം കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം 2/5 എന്നാണ്. ഇതിനെയും നമുക്ക് 360-നെ കൊണ്ട് ഗുണിക്കണം. ആദ്യം നിങ്ങൾ 360 ഹരിക്കണം 5 ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരം 72 ആണ്. 72 ഗുണിക്കണം 2 ചെയ്യുക. 144 കിട്ടിയിട്ടുള്ളത്. ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് 144 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് നിറം കൊടുക്കുക. മൂന്നാമത്തത് 4/9 ആണ്. നമുക്ക് 360-നെ കൊണ്ട് ഗുണിക്കണം. 360 ഹരിക്കണം 9 ചെയ്യുക. 40 കിട്ടി. 40 ഗുണിക്കണം 4 ചെയ്യുക. 160 ആണ്. നിങ്ങൾ 160 ഡിഗ്രിയാണ് വൃത്തം വരച്ച് അടയാളപ്പെടുത്തി വരയ്ക്കേണ്ടത്. നാലാമത്തെ ചോദ്യം 5/12 ആണ്.
ആദ്യം 360 ഹരിക്കണം 12 ചെയ്യുക, 30 എന്ന് കിട്ടി. 30 ഗുണിക്കണം 5 150 ആണ്. 150 ഡിഗ്രിയാണ് വൃത്തം വരച്ച് അടയാളപ്പെടുത്തേണ്ടത്. അവസാനത്തേത് 5/24 ആണ്. ആദ്യം 360 ഹരിക്കണം 24 ചെയ്യുക, 15 എന്ന് കിട്ടി. 15 ഗുണിക്കണം 5 75 ആണ്. 75 ഡിഗ്രിയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, ചുവടെ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ്. സോ ആദ്യത്തെ ചിത്രം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം നിങ്ങളൊരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് എത്ര ഭാഗങ്ങളാക്കണം? 1 2 3 4 5 5 ഭാഗങ്ങളാക്കണം. ഒരു വൃത്തത്തെ 5 ഭാഗങ്ങളാക്കണമെങ്കിൽ എത്ര ഡിഗ്രിയിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്? 360 ഹരിക്കണം 5 ചെയ്യുക, 72 ആണ്. 72 ഡിഗ്രി വെച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. എന്നിട്ട് വരകളുടെ അവസാനം വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ വരകളൊക്കെ ചേർത്ത് വെച്ച് ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കുക. അങ്ങനെ ഓരോ ചിത്രം നിങ്ങൾ വരച്ചു കൊടുക്കുക. സോ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ആദ്യ പാഠത്തിൽ നിന്നും വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.